ഹലോ, അപ്പം നമുക്ക് ഇപ്പം കട്ടപ്പനയിൽ നിന്ന് തന്നെ നമുക്കൊരു സ്റ്റുഡൻറ്റ് വന്നിരിക്കുകയാണ്. ബെൻ എന്നാണ് പേര്. സോ വെൽക്കം ബെൻ. ബെന്ന് എന്താ ചെയ്യുന്നത് ഇപ്പം? ഞാനിപ്പം ടെലികോമിലാണ്, ജിയോയുടെ. എന്താണ് ഇനി ഫ്യൂച്ചർ നോക്കുന്ന കാര്യങ്ങളൊക്കെ? UK മൈഗ്രേറ്റ് ചെയ്താലും ഒരു ആലോചന ഉണ്ടായിരുന്നു. ഉണ്ട്. ഏതാ കോഴ്സ് ചെയ്താ? ഫിനാൻസിങ്ങിന്റെ നോക്കാനായിരുന്നു. ഫിനാൻസിങ് റിലേറ്റഡ്. കൊമേഴ്സ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് നോക്കുന്നില്ല അങ്ങനെ? ഇല്ല. നൈസ്. അപ്പം ഇവിടുന്ന് അതിന്റെ ഡെലിഗേറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ഗൈഡൻസ് പറഞ്ഞു തന്നത് ഇപ്പോൾ UK പോകുന്ന സമയത്ത്? UK പോകുന്നതിന്റെ കോഴ്സിന്റെ പീരിയഡ്സും ടൈമും പിന്നെ അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ. യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നോ? അവരുണ്ട് ഡിസ്കസ് ചെയ്താണ്. കോഴ്സിന് എന്തോരം ഡ്യൂറേഷൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ അതിനുള്ള ചെലവും കാര്യങ്ങൾ എന്താണ് ശരിക്കും പിന്നെ ഇങ്ങനെ ഒരു പുറത്ത് പോകണം എന്നുള്ള അല്ലെങ്കിൽ UK സെലക്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? UK ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ശരി, ആൾക്കാരുണ്ട് അവിടെ. നല്ല ഫീഡ്ബാക്ക് ആണ്. അപ്പൊ അതാണ് നമുക്ക് UK പറ്റി പറയുമ്പം വളരെയധികം നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് UK എന്ന് പറയുന്നത്. അപ്പം ബെന്നിനും ആ ഒരു ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. മാക്സിമം നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻടേക്കിൽ തന്നെ പോകാനുള്ള സെറ്റപ്പ് ആക്കണം. അപ്പം നല്ലൊരു കോഴ്സിലേക്ക് എത്തട്ടെ, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. ദെൻ അവിടെ സ്റ്റേ ബാക്ക് ആണോ പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നൈസ്. അപ്പം എന്തായാലും ബെൻ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.